اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഒരു ശൈഖിൽ നിന്ന് ബൈഅത്ത് ചെയ്ത് ആ ത്വരീഖത്തിൻ്റെ അമലുമായി മുന്നോട്ട് പോകുന്ന മുരീദ്, ആ മുരീദ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒരു മുരീദ് മനസ്സിലാക്കേണ്ടത് അവൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അവൻ ചെയ്യുന്ന വിർദിലല്ല, മറിച്ചു മദദിലാണ്. മദദ് എന്ന് പറയുമ്പോൾ ഒരു ഷെയ്ഖിൽ നിന്നുള്ളതായ ആത്മീയമായ സഹായവും ദിവ്യപ്രകാശവും അവൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നതിലാണ് ഏറ്റവും വലിയ പ്രാധാന്യം നിലകൊള്ളുന്നത്, അല്ലാതെ അവൻ ചെയ്യുന്നതായ വിർദിലല്ല. വിർദ് എന്ന് പറയുമ്പോൾ ത്വരീഖത്തിൽ ഒരാൾക്ക് ദിവസം ചെല്ലാനുള്ള ദിക്റുകളാണ്. അത് ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. അത് ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. ആ ദിക്റുകൾ ഒരിക്കൽ പോലും ഒഴിവാക്കാൻ പാടില്ല. മറിച്ച് വിർദിനെ ആശ്രയിക്കുന്നതിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിനെ പൂർണ്ണമായും എന്ത് ചെയ്യണം, ശുദ്ധിയാക്കണം. വിർദിനെ ആശ്രയിക്കാൻ പാടില്ല. മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ കൂടുതലായി സദാസമയവും ഉണ്ടാകേണ്ടത് മദദാണ്. ഷെയ്ഖിൽ നിന്ന് വരുന്ന ആത്മീയമായ സഹായവും ആ പ്രകാശവും. അതുകൊണ്ട് മാത്രമേ എനിക്ക് ആത്മീയമായ നിർവൃതി കരസ്ഥമാക്കാൻ കഴിയൂ എന്ന ഉറച്ച വിശ്വാസം ഒരു യഥാർത്ഥ മുരീദിനുണ്ടാവണം. ഒരാള് ദീർഘായുസ്സിന് വേണ്ടിയല്ല ആഗ്രഹിക്കേണ്ടത്, മറിച്ച് ഉള്ള ജീവിതത്തിൽ ബറക്കത്തും ഐശ്വര്യവും ചൊരിഞ്ഞു കിട്ടാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത്. കാരണം മഹാന്മാര് പറയുന്നുണ്ട്, എത്രയെത്ര ദീർഘമായ ജീവിതങ്ങളാണ് ലക്ഷ്യത്തിലെത്താതെയും ഫലം കായ്ക്കാതെയും കൊഴിഞ്ഞുപോയത്. എത്രയെത്ര ജീവിതങ്ങളാണ്. അതുകൊണ്ട് കാര്യമില്ല ഒരുപാട് കാലം ജീവിക്കുക എന്നതുകൊണ്ട് കാര്യമല്ല. ദീർഘായുസ്സിന് വേണ്ടിയിട്ടല്ല ഒരാൾ എന്ത് ചെയ്യേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ദിനങ്ങൾ എത്രയുണ്ടോ അതിനു വേണ്ടി ദുആ ചെയ്യണം. ഒരടിമക്ക് അള്ളാഹുവിനെ ലഭിച്ചാൽ അള്ളാഹു അവന് ആദ്യത്തേതും അവസാനത്തേതുമായ ഇൽമുകൾ, അറിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒറ്റ നിമിഷം കൊണ്ട് തുറന്നു കൊടുക്കും. ഒരടിമക്ക് അള്ളാഹുവിനെ ലഭിക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദീർഘായുസ്സിലോ കുറഞ്ഞ ആയുസ്സിലോ അല്ല കാര്യം, മറിച്ച് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തും ബർക്കത്തും ഉണ്ടാവുക, അതിൽ വലിയ കാര്യമുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു 45 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. 45 വയസ്സിൻ്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ടവർ കുത്തുബു സമാനാണ്. 100 കണക്കിന് കിതാബുകൾ രചിച്ചു. ഇന്നും ആ മഹാനുഭാവന്റെ പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ 45 വയസ്സ് എന്ന് പറയുന്നത് അള്ളാഹു അതിൽ വലിയ ബറക്കത്ത് ചെയ്തു. സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 15 വയസ്സാകുമ്പോഴേക്ക് മുഫ്തിയാണ്. 7 വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. 9 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സായപ്പോഴേക്ക് അവിടുത്തെ ഉസ്താദാകുന്ന ഇമാം മാലിക് തങ്ങളുടെ ഗ്രന്ഥം മുവത്ത
അത് പൂർണ്ണമായി ഹിഫ്ലാക്കി 15 വയസ്സാകുമ്പോഴേക്ക് ഒരു വലിയ പണ്ഡിതൻ ഇരിക്കുന്ന സ്റ്റേജിലേക്ക് സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എത്തി. 54 വയസ്സിലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. ഹിജറ 150 ജനിക്കുകയും 204 വഫാത്താവുകയും ചെയ്ത മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒരുപാട് ദീർഘായുസ്സല്ല വേണ്ടത്, നൽകുന്ന ആയസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം? ബറക്കത്ത് ചെയ്യണം. അള്ളാഹുവിന്റെ റസൂലിനും ഒരുപാട് വയസ്സ് അല്ലാഹു തആല കൊടുത്തില്ലല്ലോ. 63 വയസ്സല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തത്. അപ്പോ അള്ളാഹു നൽകുന്ന ആയസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഉണ്ടാവണം. അതിലാണ് കാര്യം. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു, അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ നേരെ ഖലീഫയാണ്. അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയണ്ടായി, നമ്മുടെ എല്ലാ സമയങ്ങളും ലൈലത്തുൽ ഖദറാണ്. നമ്മുടെ എല്ലാ സമയങ്ങളും എന്താണ്? ലൈലത്തുൽ ഖദറാണ്. എന്താണ് ബഹുമാനപ്പെട്ടവർ പറയാനുള്ള കാരണം? ഷെയ്ഖിന്റെ കൂടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും പുറമെയുള്ള 1000 മാസം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് അർത്ഥം. ഷെയ്ഖിന്റെ കൂടെ ചെലവഴിക്കുന്ന, ഒരു മുറബ്ബിയായ ഷെയ്ഖിന്റെ കൂടെ ചെലവഴിക്കുന്ന, തർക്കിയത്തിന്റെ ഷെയ്ഖിന്റെ കൂടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും പുറമെയുള്ള 1000 മാസത്തെ ഇബാദത്തിനേക്കാളും ശ്രേഷ്ഠം. കാരണം മുറബ്ബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ നായിബാണ്. അള്ളാഹുവിന്റെ തജല്ലിയാത്തുകളും അൻവാറുകളും സദാസമയവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹൃദയം. ആ ഹൃദയത്തിന്റെ കൂടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും മനോഹരങ്ങളാണ്. ഇനി ആരുടെയെങ്കിലും വയസ്സിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്താൽ അയാൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ ഫലങ്ങൾ നേടാനാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു തആല ചിലപ്പോൾ കുറഞ്ഞ ആയസ്സേ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ ബറക്കത്ത് അതിലുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ആ ആയസ്സിൽ നേടാൻ കഴിയും. നമ്മളൊക്കെ ചില ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ പറയാറില്ലേ, എത്ര കുറഞ്ഞ പ്രായത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നത്. ഇതൊക്കെ അധികവും ലഭിക്കുന്നത് എങ്ങനെയെന്നറിയോ? അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളെ കണ്ടുമുട്ടുമ്പോഴും അവരുമായി സഹവസിക്കുമ്പോഴുമാണ് ഇതൊക്കെ ലഭിക്കുന്നത്. എത്രയോ ആളുകളുടെ, മഹത്തുക്കളാകുന്ന ആളുകളുടെ കഥകൾ നമുക്ക് തെളിവാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിജയം നിങ്ങളുടെ അമിതമായ ഔറാദുകളിലല്ല, മറിച്ചത് മദദിലാണ്. ഷെയ്ഖിൽ നിന്നും ഗുരുവിൽ നിന്നുമുള്ള ആത്മീയമായ സഹായം, അതിലാണ് മദദിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒരു മുരീദ് അവന്റെ സമയം ചെലവഴിക്കേണ്ടത്. അല്ലാതെ എൻ്റെ ഔറാദുകൾ എന്നെ ആത്മീയതയിലേക്ക് ഉയർത്തും, എൻ്റെ വദീഫകൾ, എൻ്റെ ഹൈലലകൾ അതെന്നെ ആത്മീയതയിലേക്ക് ഉയർത്തും എന്നുള്ള ചിന്ത ഒരു മുരീദിന് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ഒരു യഥാർത്ഥ മുറബ്ബിയിൽ ചെന്ന് ചേരുമ്പോ ആ മുറബ്ബിയിൽ നിന്നുള്ളതായ ഒരു സെക്കൻഡ് മദദ് മതി എനിക്ക് ഉന്നതമായ മർത്തബകൾ താണ്ടാൻ. അതാണ് ആഗ്രഹിക്കേണ്ടത് എന്ന ചിന്തയാണ് ഒരു മുരീദിന് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.